LDF കൺവീനർ ഇ.പി. ജയരാജനെതിരെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വക്കീൽ നോട്ടീസ് അയച്ചു. പ്രളയകാലാഗ്നിസ്വരൂപിണി ദുർഗതൻ നിടിലത്തിലവതാരമാർന്ന ചാമുണ്ടികേ സകല വിജയങ്ങൾക്കുമാധാരഭൂതയായി ഇവിടെ വാണരുളും. ഇ.പി. തനിക്കെതിരെ അപകീർത്തികരവും അവാസ്തവവുമായ പ്രസ്താവന നടത്തിയെന്നാരോപിച്ചാണ് വി.ഡി. സതീശൻ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. മാർച്ച് 20-ന് തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇ.പി. ജയരാജൻ നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി അഭിഭാഷകനായ അനൂപ് വി. നായർ മുഖേനയാണ് നോട്ടീസ് അയച്ചതെന്ന് വി.ഡി. സതീശൻ അറിയിച്ചു. ഇ.പി. ജയരാജന്റെ അപകീർത്തികരവും അവാസ്തവവും വ്യാജവുമായ പ്രസ്താവന 7 ദിവസത്തിനകം പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയണമെന്നാണ് വക്കീൽ നോട്ടീസിലെ ആവശ്യം. മാപ്പ് പറഞ്ഞില്ലെങ്കിൽ സിവിൽ, ക്രിമിനൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് നോട്ടീസിൽ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അശ്ലീല വീഡിയോ ഇറക്കാൻ വിദഗ്ധനാണ് വി.ഡി. സതീശൻ എന്ന പ്രസ്താവനയാണ് വക്കീൽ നോട്ടീസ് അയക്കാൻ കാരണമായത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി LDF കൺവീനർ ഇ.പി. ജയരാജൻ എത്തിയിരുന്നു. വി.ഡി. സതീശന്റേത് വൃത്തികെട്ട രാഷ്ട്രീയമാണെന്ന് ജയരാജൻ ആരോപിച്ചു. അശ്ലീല വീഡിയോ ഇറക്കുന്നതിൽ പ്രശസ്തനാണ് സതീശനെന്നും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥിക്കെതിരെ വീഡിയോ ഇറക്കിയെന്നും ജയരാജൻ പറഞ്ഞു. സ്വപ്ന സുരേഷിനെ ഉപയോഗിച്ച് മുഖ്യമന്ത്രിക്കെതിരെ വാർത്ത ചമച്ചത് സതീശനാണ്. തന്റെ ഭാര്യയുടെ തലവെട്ടി അവിടെ സ്വപ്ന സുരേഷിന്റെ പടം വെച്ച് ഫോട്ടോ ഇറക്കിയത് സതീശനാണെന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി. ഇത്തരത്തിൽ ഒരാൾ എങ്ങനെ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്നുവെന്നും ഇ.പി. ചോദിച്ചു. സതീശൻ തെളിവുണ്ടെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ഫോട്ടോ പുറത്തു വന്നതെന്നും ജയരാജൻ ചൂണ്ടിക്കാട്ടി. വി.ഡി. സതീശൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്, വി.ഡി. സതീശൻ ഈ അശ്ലീല വീഡിയോ ഇറക്കുന്നതിന് പ്രശസ്തനാണ്. കഴിഞ്ഞ തൃക്കാക്കര നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് വി.ഡി. സതീശൻ മുൻകൈയെടുത്ത് അദ്ദേഹത്തിൻ്റെ ചില PR വർക്കുകാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു അശ്ലീല വീഡിയോ ഉണ്ടാക്കി ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരായിട്ട്. അത് പരാതി കൊടുത്തു. പിന്നെ അതുമായി മുന്നോട്ട് പോകാൻ അവർക്ക് സാധിച്ചില്ല. പക്ഷേ ഒരു അശ്ലീല വീഡിയോ ഇറക്കി. ആ അശ്ലീല വീഡിയോ ഇറക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയത് വളരെ കാലം വി.ഡി. സതീശൻ്റെ കൂട്ടുകാരനും 22 വർഷത്തോളം വി.ഡി. സതീശൻ്റെ ഓഫീസ് സെക്രട്ടറിയായും പറവൂർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയായും പ്രവർത്തിച്ചിരുന്നവരുടെ കുടുംബത്തെയാണ്. ആ കാര്യങ്ങളെല്ലാം പുറത്തു വന്നു. അവർക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് വരെ കേസ് കൊടുക്കാൻ വി.ഡി. സതീശൻ മുന്നോട്ട് വന്നിട്ടില്ല. അശ്ലീല വീഡിയോ നിർമ്മിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വൃത്തികെട്ട രാഷ്ട്രീയത്തിൻ്റെ ഉടമയാണ് വി.ഡി. സതീശൻ. എന്ന് മാത്രമല്ല, ആ പ്രശ്നങ്ങളിൽ തടി രക്ഷപ്പെടാൻ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന PS രാജേന്ദ്ര പ്രസാദ്, അദ്ദേഹത്തിൻ്റെ പേരിലും ഒരു മാധ്യമ പ്രവർത്തകൻ, ഒരു നയീബുണ്ട്, 2 പേരുടെ പേരിൽ കേസ് കൊടുത്ത് രക്ഷപ്പെടാൻ നോക്കി. അന്ന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞവർക്ക് നേരെ, ഈ വ്യാജ CD ഉണ്ടാക്കിയെന്ന് പറയുന്നവർക്ക് നേരെ എന്തുകൊണ്ടാണ് കേസ് കൊടുക്കാത്തത്? കൊടുത്താൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും.